നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. നാരായണ. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യദോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം. മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായ ശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ.
പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. പല തിരക്കുകൾ കൊണ്ടാണ് ക്ലാസ്സുകൾ എടുക്കാത്തത്. 2 ദിവസം ബ്രേക്കായത്. മിനിഞ്ഞാന്ന് രാവിലെ ഒരു ക്ഷേത്രത്തിൽ ഉത്തരം വെപ്പിൻ്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയി. രാവിലെ അപ്പോഴാണ് എന്താ പറയുക, ഉത്തരത്തിൻ്റെ ഇടയിൽ കൈപെട്ടു, ഒന്ന് ചതഞ്ഞു. നിങ്ങൾ ചോദിക്കും, എന്താ സ്വാമിജി തൊഴുമ്പോൾ കയ്യുമേൽ ഒരു കെട്ടെന്താന്ന് ചോദിക്കും. അത് കുഴപ്പമൊന്നുമില്ല, ഒന്ന് ചതഞ്ഞു എന്ന് മാത്രം. ഉത്തരം വലിയ ഭാരമുള്ള ഉത്തരവാണല്ലോ. അപ്പം ആശാരിമാരും മറ്റ് ചില ക്ഷേത്ര ഭാരവാഹികളും ക്ഷണിക്കപ്പെട്ട അതിഥികളും കൂടിയിട്ടാണിത് പൊക്കി മുകളിൽ ഉത്തരത്തിൽ വയ്ക്കുന്നത്. അപ്പോൾ ആശാരിമാർക്ക് അതിൻ്റെ നയമറിയാം. അവർ ആ രീതിയിൽ പറഞ്ഞുകൊണ്ട് വയ്ക്കുമ്പോൾ നമ്മളോട് നേരത്തെ കൂട്ടി അത് സൂചിപ്പിക്കണമായിരുന്നു. ഞാനും അത് ചിന്തിച്ചില്ല. എൻ്റെ വിരൽ അതിൻ്റെ അടിയിലുണ്ടായിരുന്നു. ഒന്ന് ജാമായി. സാരമില്ല. ആദ്യത്തെ ദിവസം കുറച്ച് നല്ല വേദനയുണ്ടായിരുന്നു. ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. നീരും കല്ലപ്പും വലത് കയ്യിലായതുകൊണ്ട് എന്ത് ചെയ്യുമ്പോഴും അത് തടസ്സമാണ്. സാരമില്ല. ഇന്നലെ കുറച്ച് വേറെ തിരക്കുകളായിരുന്നു. നമ്മുടെ മദ്രാസിലുള്ള രാമദാസിൻ്റെ കസിൻ മരിച്ച അതിൻ്റെ എന്താ പറയുക ചടങ്ങുകൾക്ക് നേതൃത്വം നൽകാൻ വേണ്ടി നിന്നു. നിറയെ ആളുകളും ബന്ധുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കിൽപ്പെട്ടു. നാരായണ. അതിൻ്റെ ഇടയ്ക്ക് നാരായണീയ ദിനം കഴിഞ്ഞുപോയി. നിങ്ങളൊക്കെ നന്നായിട്ട് ആസ്വദിച്ച് കാണും. എല്ലാവരും നാരായണീയ ദിനത്തിൽ നാരായണിയൊക്കെ നന്നായിട്ട് പാരായണം ചെയ്ത് ആസ്വദിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം നമ്മൾ ധനുമാസത്തിലേക്ക് കടക്കുകയായി. എല്ലാവർക്കും നല്ലൊരു ധനുമാസം ആശംസിക്കാം. നമുക്ക് ശ്രുതിഗീതയിലേക്ക് വരാം. ഭാഗവതം ദശമസ്കന്ധം 87-ാം അധ്യായമാണ് നമ്മൾ
ശ്രുതിഗീത കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാദ്യം വായിക്കാം. 14-ാം ശ്ലോകം മുതൽക്ക് 41 വരെയുള്ള ശ്ലോകങ്ങൾ വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ സപ്താശീതിതമോऽധ്യായഃ. ശ്രുതയ ഊജുഃ ജയ ജയ ജഹ്യജാമചിതദോഷഗൃഭീതഗുണാം ത്വമസി യദാത്മനാ സമവരുദ്ധസമസ്തഭഗഃ അഗജഗദോഗസാം അഖിലശക്ത്യവബോധഗതേ ക്വചിതജയാത്മനാ ചരതോനുചരന്നിഗമഃ. ബൃഹദുപലബ്ധമേതദവയന്ത്യവശേഷതയാ യത ഉദയാസ്തമയൗ വികൃതേർമൃദി വാ വികൃതാത് അതർഷയോദതുസ്ത്വയി മനോവചനാചരിതം കഥമയദാ ഭവന്തി ഭുവി തത്തപദാനി നൃണാം. ഇതി തവ സൂരയസ്ത്രധിപതേഖിലലോകമല ക്ഷപണകഥാമൃതാബ്ധിമവഗാഹ്യ തപാംസി ജഹുഃ. കിമുത പുനഃ സ്വധാമ വിദുദാശയ കാലഗുണാഃ പരമഭജന്തി യേ പദമജസ്രസുഖാനുഭവം. ധൃതയ ഇവ ശ്വസന്ധ്യ സുഭൃതോ യദി തേനുവിധാ മഹദഹമാദയൊണ്ടമസൃജൻ യദനുഗ്രഹദഃ. പുരുഷവിധോന്മയോത്ര ചരമോന്നമയാദിഷു യഃ സദസദഃ പരം ത്വമദയദേഷ്വവശേഷമൃതം. ഉദരമുപാസത്തെ യർഷിവത്മസു കൂർപ്പദൃശഃ പരിസരപദ്ധതിം ഹൃദയമാരുണയോദഹരം. തദ ഉദഗാദനന്ദ തവ ധാമ ശിരഃ പരമം പുനരിഹ യത്സമേത്യ ന പതന്തി കൃതാന്തമുഖേ. സ്വകൃതവിചിത്രയോനിഷു വിശന്നിവ ഹേതുതയാ തരതമദശ്ചകാസ്യനലവത് സ്വകൃതാനുകൃതിഃ. അദവിദദാസ്വമൂഷ്വവിദദം തവ ധാമ സമം വിരജതിയൊന്വയന്ത്യഭിവിപണ്യവയേകരസം. സ്വകൃതപുരേഷ്വമീഷ്വബഹിരന്തരസംവരണം തവ പുരുഷം വദന്ത്യഖിലശക്തിധൃതോംശകൃതം. ഇതി നൃഗതിം വിവിച്യ കവയോ നിഗമാവപനം ഭവത ഉപാസതേംഗ്രിമഭവം ഭുവി വിശ്വസിതാഃ. ദുരവഗമാത്മതത്വനിഗമായ തവാത്തതനോഃ ചരിതമഹാമൃതാബ്ധി പരിവർത്ത പരിശ്രമണാഃ. ന പരിലശന്തി കേചിതപവർഗമപീശ്വരത്തെ ചരണസരോജഹംസകുലസംഗവിസൃഷ്ടഗൃഹാഃ. ത്വദനുപഥം കുലായമിദമാത്മസുഹൃത്പ്രിയവത് ചരതി തഥോന്മുഖേ ത്വയി ഹിതേ പ്രിയ ആത്മനി ച. ന ബദരമന്ദ്യഹോ അസദുപാസനയാത്മഹനോ യദനുശയാ ഭ്രമന്ത്യുരുഭയേ കുശരീരഭൃതഃ. നിഭൃതമരുന്മനോക്ഷദൃഢയോഗയുജോ ഹൃദി യന്മുനയ ഉപാസതേ തദരജോപി യയുസ്മരണാത്. സ്ത്രിയ ഉരഗേന്ദ്രഭോഗഭുജദണ്ഡവിഷക്തധിയോ വയമപി തേ സമാസമദൃശോऽംഘ്രിസരോജസുധാഃ. കൈഹനുവേദപദാവരജന്മലയോഗ്രസരം യത ഉദദാദൃശിര്യമനുദേവഗണാ ഉഭയേ. തർഹി ന സന്ന ചാസദ ഉഭയം ന ച കാലജവഃ. കിമപി ന തത്ര ശാസ്ത്രമവകൃഷ്യ ശയീത യദാ. ജനിമസദഃ സതോ മൃതിമുതാത്മനി യേ ച വിദാം. വിപണമൃതം സ്മരന്ത്യുപദിശന്തി ത ആരുപിതൈഃ.
ത്രിഗുണമയ പുമാനിതി ഭിദായതബോധകൃതാം ത്വയി ന തതഃ പരത്ര ഭവേദവബോധരസേ സദിവ മനസ്ത്രിവൃത്വയി വിഭാഗ്യ സദാ മനുജാത് സദവിമൃശന്ത്യശേഷമിദമാത്മതയാത്മവിദഃ നഹി വികൃതിം ത്യജന്തി കനകസ്യ തദാത്മതയാ സ്വകൃതമനുപ്രവിഷ്ടമിദമാത്മതയാവസിതം തവ പരിയേചരന്ത്യഖില സത്വനികേതതയാ തൗ തപദാക്രമന്ത്യ വിഗണയ്യ ശിരോ നിർദേഹേ പരിവയസേ പശൂനിവ ഗിരാ വിബുധാനഭിതാൻ ത്വയി കൃത സൗഹൃദാ ഖലു പുനന്ദിനയേ വിമുഖാഃ ത്വമകരണസ്വരാടഖില കാരകശക്തിധരഃ തവ ബലിമുദ്വഹന്തി സമദന്ത്യജയാ നിമിഷാഃ വർഷഭുജോകില ക്ഷിതിപതേരിവ വിശ്വസൃജോ വിദദതി യത്ര യേ ത്വധികൃതാ ഭവദശ്ചകിതാഃ സ്ഥിരചരജാതയസ്യുരജയോത്ഥനിമിത്തയുജോ വിഹര ഉദീക്ഷയാ യദി പരസ്യ വിമുക്തതതഃ നഹി പരമസ്യ കശ്ചിദപരോ ന പരശ്ച ഭവേത് വിയത ഇവാപദസ്യ തവ ശൂന്യതുലാം ദദതഃ അപരിമിതാ ധ്രുവാസ്തനുമൃദോ യദി സർവഗദാഃ തർഹി ന ശാസ്യതേതി നിയമോ ധ്രുവനേതരതാം അജനിജയന്മയം തദവിമുച്യ നിയന്ത്രഭവേത് സമമനുജാനതാം യദമദം മദദുഷ്ടതയാ ന ഗഡദ ഉദ്ഭവഃ പ്രകൃതി പൂരുഷയോരജയോഃ ഉഭയജുജാ ഭവന്ത്യസുഭൃദോ ജലബുദ്ബുദവദം ത്വയി തയിമേതദോ വിവിധനാമഗുണൈഃ പരമേ സരിതയിവാർണവേ മധുനിലില്ലുരശേഷരസാഃ നൃഷു തവ മായയാ ഭ്രമമമീഷ്വവഗത്യ ഭൃശം ത്വയി സുധിയോ ഭവേ ദദതി ഭാവമനുപ്രഭവം കഥമനുവർത്തതാം ഭവഭയം തവ യദ്ഭ്രുകുടിഃ സൃജതി മുഹുസ്ത്രിണേമിരഭവച്ചരണേഷു ഭയം വിജിതഹൃഷീകവായുഭിരതന്ദമനസ്തുരഗം യയിഹ യതന്ദിയന്തുമതിലോലമുപായഗിതഃ വ്യസനശതാന്വിതാഃ സമവഹായ ഗുരോശ്ചരണം വണിജൈവാജസന്ധ്യകൃതകർണധരാജലധൗ സ്വജനസുതാത്മദാരധനധാമധരാസുരदैः ത്വയി സതി കിം നൃണാം ശ്രയത ആത്മനി സർവരസേ ഇതി സദജാനതാം മിഥുനതോ രതയേ ചരതാം സുഗയതി കോന്വിഹ സ്വവിഹതേ സ്വനിരസ്തഭഗേ ഭുവി പുരു പുണ്യതീർത്ഥസദനാനി ഋഷയോ വിമദാസ്തൗത ഭവത്പദംബുജഹൃദോ ഗപിതംഗ്രിജലാഃ ദദതി സകൃന്മനസ്ത്വയ്യ ആത്മനി നിത്യസുഖേ ന പുനരുപാസതേ പുരുഷസാരഹരാവസധാൻ സദ ഇദമുത്ഥിതം സദിതി ചേന്നനു തർക്കഹദം വ്യഭിചരതി ക്വച മൃഷാന തദോഭയയുകം വ്യവഹൃതയേ വികൽപയിഷിതോന്ധപരംബരയാ ഭ്രമയതി ഭാരതീ തൗരുവൃത്തിഭിരുഗ്ധജഡാനം നയതിദമഗ്ര ആസന ഭവിഷ്യതോ നിധനാത് അനുമിതമന്തരാ ത്വയി വിഭാതി മൃഷൈകരസേ അത ഉപമീയത്തെ ദ്രവിണജാതി വികൽപപഥൈഃ വിതതമനോവിലാസമൃതമിത്യവയന്ത്യബുധാഃ स यदजया त्वजामनुशयीत गुणांश्च जुषन् भजति स्वरूपतां तदनुवृत्त
मृत्युमपेतभगः त्वमुत जहासि तामहिरिव त्वचमात्तभगो महसि महीयश्रेष्ठगुणिते परिमेय भगः यदि न समुद्धरन्ति यतयो हृदि कामजडा दुरधिगमो सतां हृदि गतो स्मृतकण्डमणिः असुतृपयोगिनाम् उभयतोऽप्यसुखं भगवन् अनभगदान्धकादनभिरूढपदाद्भवतः त्वदवगमीन वेत्ति भवदुत्तशुभाशुभयोर्गुणविगुणान्वयान् तर्हि देहभृदं च गिरः अनुयुगमन्वहं सगुणगीतपरम्परया श्रवणभृतो यतस्त्वमपवर्गगतिर्मनुजैः द्युपदय एव तेन ययुरन्दमनन्दतया त्वमपि यदन्तरण्डनिचया ननु सावरणाः कैवरजांसि वान्ति वयसा सह यच्छ्रुतयः त्वयि हि फलं व्यतन्निरसनेन भवन्निदलाः सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द नारायणाखिल गुरो भगवन् नमस्ते नारायणाखिल गुरो भगवन् नमस्ते नारायणाखिल गुरो भगवन् नमस्ते ओम नारायण ഇരുപത്തിരണ്ടാം ശ്ലോകം വരെയാണ് കണ്ടത് എന്നാണ് ഓർമ്മ അല്ലേ? നാരായണ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, സുസ്വാഗതം. ഭാഗവതം ദശമസ്കന്ധം 87-ാം അധ്യായം ശ്രുതിഗീതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രുതിഗീത വേദങ്ങൾ ഭഗവാനെ സ്തുതിക്കുന്നതാണ്. പ്രളയകാലത്ത് യോഗനിദ്ര ചെയ്യുന്ന ഭഗവാനെ സൃഷ്ടിയുടെ ആരംഭത്തിനായിക്കൊണ്ട് സൃഷ്ടി ചെയ്യുവാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ തന്നെ ശ്വാസത്തിൽ നിന്ന് ഉണ്ടായ വേദങ്ങൾ ഭഗവാനെ സ്തുതിക്കുകയാണ്. എങ്ങനെയാണോ ഒരു ചക്രവർത്തിയെ അവിടുത്തെ സ്തുതിപാഠകന്മാർ സൂതമാഗത വന്ദികൾ സ്തുതിച്ച് പള്ളിയുണർത്തുക, അതുപോലെ എന്ന് പറഞ്ഞുകൊണ്ടാണ് സനകാദികൾ തമ്മിലുള്ള സംവാദമായിട്ടാണ്. സനന്ദന മഹാത്മാവാണ് മറ്റു 3 പേർക്കും കേൾപ്പിച്ചുകൊണ്ട് ഇത് പറയുന്നത്. നാരായണ ഋഷിയാണിത് നാരദന് ഉപദേശിക്കുന്നതായിട്ട് ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. അതിനെ സൂതൻ ശൗനകാദികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് നമ്മളും കേൾക്കുന്നു. അപ്പോൾ സൂത ശൗനക സംവാദത്തിൻ്റെ ഉള്ളിൽ പരീക്ഷിത് ശുഖസംവാദം, അതിൻ്റെ ഉള്ളിൽ നാരായണ നാരദ സംവാദം, അതിൻ്റെ ഉള്ളിൽ സനന്ദന മറ്റ് സനകാദികൾ തമ്മിലുള്ള സംവാദം, അതിൻ്റെ ഉള്ളിൽ ശ്രുതികൾ ഭഗവാനെ സ്തുതിക്കുന്നു. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ അനേക സംവാദങ്ങളാണ് എന്ന് പറയാം. അവസാനം ശ്രുതയ ഊജു എന്നാണ് നമ്മൾ കാണുന്നത്. ശ്രുതികൾ പറഞ്ഞു. അപ്പോൾ ശ്രുതികൾ ആരോടാ പറയുന്നത്? ആരെയാണ് സ്തുതിക്കുന്നത്? ഭഗവാനെ. അപ്പോൾ ശ്രുതികളും ഭഗവാനും തമ്മിലുള്ള
ഒരു ഇടപാടാണ് നമ്മൾ ഇപ്പോൾ ഡയറക്റ്റ് നോക്കിയാൽ കാണുന്നത്. അപ്പോൾ ഭഗവാനെ ജയ ജയ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി അങ്ങയുടെ മായയെ വെടിഞ്ഞ് ഉണർന്ന് എല്ലാവരെയും ഉണർത്തിയാലും എല്ലാവരെയും ഈ മായയെ ജയിക്കാനായിക്കൊണ്ട് അവർക്ക് വേണ്ടതായിട്ടുള്ള ശരീരങ്ങളെ സൃഷ്ടിച്ച് എല്ലാവർക്കും അവരവരുടെ ഉപാസനകളെ ചെയ്ത് ഭഗവത് പദപ്രാപ്തിക്കായിക്കൊണ്ടുള്ള സാഹചര്യം ഒരുക്കിയാലും എന്ന് പറഞ്ഞു. അതിനുശേഷം ഈ കാണുന്നതെല്ലാം ഭഗവാൻ തന്നെയാണ്. ബൃഹദുപലബ്ധമേതത് ഏതത് ഉപലബ്ധം ബൃഹത്, ഈ കാണപ്പെടുന്നതെല്ലാം ബ്രഹ്മം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏകമായ വസ്തുവിനെ തന്നെയാണ് പലതായി പറയുന്നത്. മറ്റ് ദേവതകളായി ഉപാസിക്കപ്പെടുന്നുണ്ടെങ്കിലും ആ ദേവതകളൊക്കെ തന്നെ ഈ ഭഗവാന്റെ വിഭൂതി തന്നെയാണ്, ഈ പരബ്രഹ്മത്തിൻ്റെ വിഭൂതികൾ തന്നെയാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഭഗവാനെ അറിയുന്നവർ താപത്രയത്തെ തരണം ചെയ്യുന്നു, ഭഗവാനെ ഭജിക്കുന്നവർ ശോകത്തെ തരണം ചെയ്യുന്നു, സംസാരത്തെ തരണം ചെയ്യുന്നു എന്നുള്ള ആശയം പല രീതിയിൽ ആവർത്തിച്ചു. ഭഗവാനെ ഭജിക്കാത്തവരുടെ ജന്മം വെറും കൊല്ലൻ്റെ ആലയിലെ ഉല പോലെ വെറും തോൽ സഞ്ചി അല്ലേ, ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന അല്ലെങ്കിൽ കാറ്റടിച്ചു വിടുന്നതായിട്ടുള്ള ആ ഒരു തോൽ സഞ്ചി പോലെ മാത്രമാണ്. ശരിയായ ആ ശ്വാസോച്ഛ്വാസത്തിൻ്റെ പ്രയോജനം അവരനുഭവിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടും പിന്നീട് ഓരോരുത്തരും ഓരോ രീതിയിൽ ഭഗവാനെ ഉപാസിക്കുന്നു. ചിലർ ക്രമത്തിൽ ഭഗവാനെ പ്രാപിക്കുന്നു, മറ്റ് ലോകങ്ങളിലൊക്കെ ചെന്ന് ആ ലോകാനുഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഭഗവാനെ പ്രാപിക്കുന്നു എന്നും ഭഗവാൻ തന്നെയാണ് എല്ലാറ്റിലും വ്യാപിച്ച് ജീവഭാവത്തിലും പ്രകാശിക്കുന്നത്. ഈ ജഗത്ത് മിഥ്യയാകുന്നു, ആ ബ്രഹ്മം മാത്രമാണ് സത്യം. ആ ദർശനം സജ്ജനങ്ങൾ എല്ലാറ്റിലും ഏകനായ ഭഗവാനെ ദർശിക്കുന്നു എന്നും മറ്റും വർണ്ണിച്ചു. അങ്ങയുടെ അംശഭൂതന്മാരാണ് ജീവന്മാർ, അവരെല്ലാം അങ്ങയെ ഭജിച്ചുകൊണ്ട് അങ്ങയെ പ്രാപിക്കുന്നു, പൂർണ്ണതയെ പ്രാപിക്കുന്നു എന്ന് 20-ാം ശ്ലോകത്തിലും ഏറ്റവും പരമപുരുഷാർത്ഥമാണ് ഭക്തി എന്ന് 21-ാം ശ്ലോകത്തിലും മോക്ഷ സാധന സാമഗ്രികളിൽ വെച്ച് ഭക്തി തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് ഭക്തിയുടെ മാഹാത്മ്യത്തെ 21-ാം ശ്ലോകത്തിൽ പറഞ്ഞു. അങ്ങനെയുള്ള ഭക്തന്മാർ ഭക്തിയല്ലാതെ ഭഗവാനിൽ നിന്ന് മറ്റൊരു പുരുഷാർത്ഥവും അഭ്യർത്ഥിക്കുന്നില്ല. അവർക്ക് മോക്ഷം പോലും താല്പര്യമില്ല എന്ന് പറഞ്ഞു. വീണ്ടും 22-ാം ശ്ലോകത്തിൽ ആരാണോ ഈ ദുർലഭമായിട്ടുള്ള പുരുഷാർത്ഥത്തെ നൽകാൻ കഴിവുള്ളതായിട്ടുള്ള മനുഷ്യജന്മം കിട്ടിയിട്ട് അതിനുവേണ്ടി പ്രയത്നിക്കാതിരിക്കുന്നത്, അവർ ആത്മഹത്യ ചെയ്യുന്നു, ആത്മഹന്താക്കളാകുന്നു. അവർ പിന്നീട് കുശരീരങ്ങളിൽ ഭ്രമിക്കുന്നു. എന്ന് വെച്ചാൽ ഈ നല്ല ശരീരം കിട്ടിയിട്ട് ഉപയോഗിക്കാത്തവർ പിന്നീട് നരകയോനികളിൽ ചെന്ന് ജനിക്കുന്നു, നരകയാതനകൾ, അസ്വാതന്ത്ര്യം എല്ലാം അനുഭവിക്കുന്നു. അവർക്ക് വീണ്ടും ഈ സംസാരം തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്ന പുനരഭി ജനനം, പുനരഭി മരണം. അതിൽ തന്നെ കിടന്ന് ഭ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ പറയുക, മലത്തിലെ പുഴുക്കളെപ്പോലെ, അല്ലെങ്കിൽ പന്നികളെപ്പോലെ, കഴുതകളെപ്പോലെ, പോത്തുകളെപ്പോലെ എന്ന് പറഞ്ഞ പോലെ നീചയോനികളിൽ ചെന്ന് അവർ ഭ്രമിക്കുന്നു എന്നാണ് 22-ാം ശ്ലോകത്തിൽ നമ്മൾ കണ്ടത്. ത്വദനുപദം
കുലായം ഇതമാത്മസുഹൃത്പ്രിയവച്ചരതി തഥോന്മുഖേ ത്വയി ഹിതേ പ്രിയ ആത്മനി ച ന ബദരമന്യഹോ അസതുപാസനയാത്മഹനോ യദനുശയാ ഭ്രമന്ത്യുരുഭയേ കുശരീരഭൃതഃ. അപ്പോ ത്വദനുപദം ഇതം കുലായം, ഈ ശരീരത്തെയാണ് ഇവിടെ കുലായം എന്ന് പറയുന്നത്. കുലായം എന്ന് പറഞ്ഞാൽ പക്ഷിക്കൂട് എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ആ പക്ഷികൾക്ക് വാസസ്ഥാനം പോലെ ജീവനാകുന്ന പക്ഷിക്ക് വാസസ്ഥാനമാണ് ഈ ശരീരം. അതുകൊണ്ടാണ് ഇതിനെ കുലായം എന്ന് ഉപമിച്ചത്. അപ്പോൾ നമ്മുടെ ഈ കുലായം, ഇതം കുലായം ത്വദനുപദം, അങ്ങയുടെ പുറകെ വരുന്നതാണ് എന്ന് വെച്ചാൽ അങ്ങയെ പിന്തുടരാൻ യോഗ്യമായിട്ടുള്ളതാണ്, അങ്ങയെ പ്രാപിക്കാൻ അർഹതയുള്ളതാണ്. അല്ലേ? ബ്രഹ്മദേവൻ ഈ പ്രപഞ്ച സൃഷ്ടിയെല്ലാം കഴിഞ്ഞ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ വളരെ സന്തോഷത്തെ പ്രാപിച്ചു. കാരണം എന്താ? ബ്രഹ്മാവലോക ദിഷണം, ആ ബ്രഹ്മത്തെ അവലോകനം ചെയ്യാനുള്ള ദിഷണയോടുകൂടിയതാണ് ഈ മനുഷ്യ ശരീരം എന്ന് കണ്ടിട്ട് മുദമാപ ദേവ, ആ ദേവൻ സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ മുദം ആപ, സ്വയം അദ്ദേഹം പ്രശംസിച്ചു എന്ന്, തന്നെത്താൻ തന്നെ ഒന്ന് പാറ്റ് ചെയ്തു. വെൽ ഡൺ, വെൽ ഡൺ, നന്നായിട്ടുണ്ട്, സുകൃതം ബദ, സുകൃതം ബദ എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. സ്വയം തന്നെ സുകൃതം, സുകൃതം, സുകൃതം എന്ന് പറഞ്ഞാൽ സുഷ്ടുകൃതം, വെൽ ഡൺ, വെൽ ഡൺ എന്ന് ആര് പറഞ്ഞു? സൃഷ്ടികർത്താവ് തന്നെത്താൻ പറഞ്ഞു എന്നാണ് അവിടെ ഉപനിഷത്തിൽ പറയുന്നത്. അതും ബദ ബദ എന്ന് കൂടി പറയുന്നുണ്ട്. സുകൃതം ബദ, സുകൃതം ബദ എന്ന് രണ്ടു പ്രാവശ്യം സ്വയം ബ്രഹ്മദേവൻ സന്തോഷിക്കുന്നതായിട്ടുള്ളൊരവസ്ഥ. വെൽ ഡൺ, വെൽ ഡൺ എന്ന് തന്നെത്താൻ പാറ്റിയ, പ്രശംസിക്കുക. അത്ര സന്തോഷം കൊടുത്തു അദ്ദേഹത്തിന് മനുഷ്യ സൃഷ്ടി ചെയ്തപ്പോൾ. പക്ഷേ ഇന്നത്തെ മനുഷ്യരെ കണ്ടാൽ അതേ ബ്രഹ്മദേവൻ തലയിൽ കൈവയ്ക്കും, അല്ലേ? ഭൂരിപക്ഷം ജനങ്ങളെയും കണ്ടു കഴിഞ്ഞാൽ അബദ്ധം പറ്റിപ്പോയി, ഐ ഹാവ് മെയ്ഡ് എ മിസ്റ്റേക്ക് എന്ന് പശ്ചാത്തപിക്കും. ആ അവസ്ഥയാണ് ഇന്നത്തെ ലോകത്തിലെ മനുഷ്യർ ആ സൃഷ്ടികർത്താവിന് എന്താ പറയുക, സമ്മാനം കൊടുക്കുന്നത്. അദ്ദേഹം നമുക്ക് നല്ലൊരു ശരീരം സമ്മാനമായി തന്നു. പക്ഷേ ഇതുകൊണ്ട് നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുന്നില്ല. ഇതുകൊണ്ട് മാത്രം എന്ത് സാധിക്കുമോ, മറ്റ് ശരീരങ്ങളെ കൊണ്ടെല്ലാം സാധാരണമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സാധിക്കും. ഇതുകൊണ്ട് മനുഷ്യ ശരീരം കൊണ്ട് സാധിക്കുന്നതാണ് അത്ഭുതമായിട്ടുള്ള, അപൂർവമായിട്ടുള്ള ഒരു കാര്യം, സൃഷ്ടികർത്താവിനെ കാണാനുള്ള കഴിവ്, അഥവാ തൻ്റെ കാരണത്തെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള കഴിവ്, താൻ ആരെന്നുള്ളതായിട്ടുള്ള സത്യത്തെ അറിയാനുള്ളതായിട്ടുള്ള സാമർഥ്യം. അപ്പോൾ ഇത് കിട്ടിയിട്ട് ബ്രഹ്മദേവൻ നമ്മളെ സൃഷ്ടിച്ചപ്പോൾ പ്രശംസിച്ചതാണ്. അതാണ് ഇവിടെ ത്വദനുപദം, ത്വത് അങ്ങയുടെ അനുപദം, തവ അനുപദമേവ, അങ്ങയുടെ പുറകെ വരാൻ യോഗ്യമായിട്ടുള്ളതാണ് ഈ കുലായം, ഈ ശരീരം. അത് ആത്മസുഹൃത് പ്രിയവത്, നമ്മുടെ ആത്മാവിനെ പോലെ, നമ്മുടെ സുഹൃത്തിനെ പോലെ, നമുക്ക് ഏറ്റവും പ്രിയം ചെയ്യുന്നവനെ പോലെയാണ് ഈ ശരീരം, അല്ലേ? ശരീരമാദ്യം ഖലു ധർമ്മസാധനം, നമുക്ക് ഈ പരമധർമ്മത്തെ സാധിക്കാനായിക്കൊണ്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള ആദ്യത്തെ ഉപകരണമാണ്, സാധനമാണ് ഈ ശരീരം. അപ്പോൾ ആത്മസുഹൃത് പ്രിയവത് ചരതി, അങ്ങനെ ചരിക്കുന്നു. എന്നിട്ടും തദാപി ഉന്മുഖേ ഹിതേ പ്രിയേ ആത്മനി ത്വയി ന രമന്തി, ഈ ശരീരം ഇത്രയും അനുകൂലമായിട്ടും ആരാണോ ഭഗവാൻ നമ്മുടെ നേരെ ഉന്മുഖനാണ്. അപ്പോൾ നമ്മളുടെ നേരെ ഉന്മുഖനും, നമ്മൾക്ക് ഹിതത്തെ ചെയ്യുന്നവനും, നമ്മൾക്ക് പ്രിയത്തെ പ്രവർത്തിക്കുന്നവനും, ആത്മാവായും ഇരിക്കുന്ന ത്വയി ന രമന്തി, അങ്ങയിൽ രമിക്കാതിരിക്കുന്നുവോ, അഹോ ബദ, കഷ്ടം കഷ്ടം. അസതുപാസനയാ ആത്മഹനഃ, അവര്
അസത്തുക്കളെ, അസത്തായ വസ്തുക്കളെ, നശ്വരങ്ങളായ വസ്തുക്കളെ, വിഷയഭോഗങ്ങളെ ഉപാസിച്ച് സ്വയം ആത്മഹന്താക്കളായിരിക്കുന്നു. ആത്മഹനഃ, മനുഷ്യ ശരീരം കിട്ടിയതിനെ ഉപയോഗശൂന്യമാക്കി കളയുന്നു, ഈ സുവർണ അവസരത്തെ പാഴാക്കി കളയുന്നു. ഇഹ ചേത് അവേദീത് അത സത്യമസ്തി ന ചേദിഹ അവേദീത് മഹതീ വിനഷ്ടി. കഠോപനിഷത്തിൽ പറയുന്നത് ഇഹ ചേത് അവേദീത് അത സത്യമസ്തി. ആ പരമസത്യം, അങ്ങനെ ഒരു സത്യമുണ്ടെങ്കിൽ അത് ഇഹ അവേദീത്, ഇവിടെ അറിയേണ്ടതാണ്. അങ്ങനെ അല്ലെങ്കിൽ ന ഇഹ അവേദീത്, ഇവിടെ അറിഞ്ഞില്ല എങ്കിൽ അത് മഹതീ വിനഷ്ടി, അത് മഹത്തായ നഷ്ടമാകുന്നു. അങ്ങനെയുള്ളവർ ഈ മനുഷ്യജന്മം കിട്ടി ഈ സത്യത്തെ അറിയാതെ ഇവിടുന്ന് പോകുന്നവരെക്കുറിച്ച് ആത്മഹന്താക്കൾ എന്ന് കരുതി എല്ലാ അറിവുള്ളവരും ദയയെ കാണിക്കുന്നു. അതുകൊണ്ട് കൃപണന്മാരാണ്, സിമ്പതി അർഹിക്കുന്നവരാണ് എന്ന് പറയാം. അഹോബദ അസതുപാസനയാ ആത്മഹനഃ യദനുശയാ കുശരീരഭൃതഃ ഉരുഭയേ ഭ്രമന്തി. എന്തൊന്നിൽ അനുശയത്തോടുകൂടി, ആശയത്തോടുകൂടി മനസ്സ് ഏതൊന്നിനെ പിന്തുടരുന്നവരായിട്ട്, ഏതിനെ, വിഷയവസ്തുക്കളെ പിന്തുടരുന്ന മനസ്സോടുകൂടിയവരായിട്ട് പിന്നീട് അവർക്ക് എന്ത് കിട്ടുന്നു? കുശരീരഭൃതഃ, കുൽസിത ശരീരങ്ങളെ ഭരിക്കുന്നവരാകുന്നു. നികൃഷ്ട ശരീരങ്ങൾ, നരകയോനികൾ, അത് ഭരിക്കുന്നവരായി തീർന്ന് ഉരുഭയേ ഭ്രമന്തി, ഉരുഭയേ സംസാരേ ഭ്രമന്തി, എപ്പോഴും ഭയമുണ്ടാക്കുന്നതായിട്ടുള്ള ഈ സംസാരത്തിൽ തന്നെ പീഡകൾ അനുഭവിച്ചുകൊണ്ട് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഈ ജന്മത്തിൽ തന്നെ ആ ഭഗവാനിൽ രതി ഉണ്ടാകുവാനും അനുഗ്രഹിക്കണേ ഭഗവാനെ എന്നായിരിക്കണം ഓരോരുത്തരുടെയും പ്രാർത്ഥന. ഈ നല്ലൊരു മനുഷ്യജന്മം കിട്ടി, അതിനെ ഞാൻ പാഴാക്കിക്കളയാൻ ഇടവരരുതേ. എൻ്റെ മനസ്സ് എപ്പോഴും അങ്ങയുടെ അഭിമുഖമായിരിക്കണേ. ഞാൻ എവിടെ ചെന്നാലും അങ്ങയുടെ സ്മരണ ഉണ്ടാവണേ. ഇനി എനിക്ക് അഥവാ ജന്മങ്ങൾ ഉണ്ടെങ്കിലും, എനിക്ക് മോക്ഷം ലഭിച്ചില്ല എങ്കിലും ജന്മങ്ങളായിക്കോട്ടെ എൻ്റെ കർമ്മത്തിനനുസരിച്ച്, പക്ഷെ അപ്പോഴും അങ്ങയുടെ സ്മരണ ഉണ്ടാവണേ. ഇനി ഈ ജന്മത്തിലും എനിക്കിപ്പം തന്നെ അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ രതി ഉണ്ടാകണേ. എങ്കിൽ മാത്രമേ മരണസമയത്തും എനിക്ക് അങ്ങയെ സ്മരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം. കൃഷ്ണ ത്വദീയ പദപങ്കജ പഞ്ചരാന്തഃ അദ്യൈവ മേ വിശതു മാനസരാജഹംസഃ പ്രാണപ്രയാണസമയേ കഭവാദപിത്തൈഃ കണ്ഠാവരോധനവിധൗ സ്മരണം കുതസ്തേ. എൻ്റെ മനസ്സാകുന്ന രാജഹംസം ഇന്ന് തന്നെ, ഇപ്പം തന്നെ അങ്ങയുടെ പാദകമലമാകുന്ന കൂട്ടിനകത്തേക്ക് പ്രവേശിക്കുമാറാകട്ടെ, അവിടെ വിശ്രമിക്കുമാറാകട്ടെ, അവിടെ രമിക്കുമാറാകട്ടെ. കാരണം പിന്നീടാവാമെന്ന് വിചാരിച്ചാൽ എപ്പോഴാണ് മരണം സംഭവിക്കുക എന്ന് അറിയുകയില്ല. ഇനി വയസ്സായിട്ടാണ് മരണമെങ്കിലും ആ സമയത്തും പ്രാണപ്രയാണ സമയേ പിത്തൈഹി, കഫം, വാദം, പിത്തം എന്നിങ്ങനെയുള്ള ദോഷത്രയങ്ങൾ നമ്മളെ വിഷമിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ കണ്ഠാവരോധനവിധവും, തൊണ്ട അടഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ചക്രശ്വാസം വലിക്കുമ്പോൾ സ്മരണം കുതസ്തേ, അങ്ങയുടെ സ്മരണം എവിടുന്നുണ്ടാവാനാണ്? അപ്പം ഇപ്പം തന്നെ എൻ്റെ മനസ്സ് അങ്ങയിൽ പ്രവേശിക്കട്ടെ, അങ്ങയുടെ പാദകമലത്തിൽ പ്രവേശിക്കട്ടെ. ഇങ്ങനെയൊക്കെ അറിവുള്ളവർ, മഹാത്മാക്കൾ നമുക്ക് മാതൃക കാണിച്ചു തന്നിരിക്കുന്നു പ്രാർത്ഥിക്കാനായിക്കൊണ്ട്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കണം, മനസ്സിരുത്തണം. അപ്പോൾ ആ ആശയത്തെ അടുത്ത ശ്ലോകത്തിൽ തുടരുകയാണ്. മനസ്സ് ഭഗവാനിലാണെങ്കിൽ അത് ഏത് പ്രകാരത്തിലായാലും കുഴപ്പമില്ല. ഭക്തിപൂർവമായിട്ടുള്ള പ്രാർത്ഥനകളും ഭഗവാനോടുള്ള സ്നേഹത്തോടു കൂടിയതായിട്ടുള്ള കർമ്മങ്ങളും
ഒന്നും അല്ലെങ്കിൽ പോലും ഭഗവാനോട് ഏതെങ്കിലും ഭാവത്തിൽ കാമത്തോടെയോ ദ്വേഷത്തോടെയോ ഭയത്തോടെയോ എങ്ങനെയെങ്കിലും മനസ്സ് ഭഗവാനിലിരുത്തൂ എന്ന് ഭാഗവതത്തിൽ അല്ലെങ്കിൽ നാരദ മഹർഷി പ്രഹ്ലാദനോട് യുധിഷ്ഠിരനോട് പ്രഹ്ലാദ ചരിതം പറയുന്നുണ്ട്. തസ്മാത് കേനാപ്യുപായേന മനകൃഷ്ണേ നിവേശയേത്. ഏതെങ്കിലും ഉപായം കൊണ്ട് മനസ്സിനെ കൃഷ്ണനിൽ ഉറപ്പിക്കൂ. ശിശുപാലൻ ഭഗവാനെ ദ്വേഷം കൊണ്ടാണ് ചിന്തിച്ചുകൊണ്ടേയിരുന്നത്, കംസൻ ഭയം കൊണ്ടാണ്, ഗോപികൾ കാമാദികൾ കൊണ്ടാണ്, അച്ഛനമ്മമാർ വാത്സല്യത്തിലൂടെയാണ് ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിൽ പാണ്ഡവന്മാർ ഭഗവാന്റെ ആ സൗഹൃദവും മൈത്രിയും എല്ലാം ഓർത്തുകൊണ്ടിരുന്നു. ഇങ്ങനെ ആരാര് ഭഗവാനെ ഏതൊക്കെ ഭാവത്തിൽ ചിന്തിച്ചുവോ അവർക്കൊക്കെ ഭഗവാന്റെ അനുഗ്രഹം കിട്ടി, ഭഗവാന്റെ ഗതി കിട്ടി. അപ്പോൾ ഭഗവാൻ ഗീതയിലും പറഞ്ഞിട്ടുണ്ട്, ആരെന്നെ എങ്ങനെ ഭജിച്ചാലും എനിക്ക് കുഴപ്പമില്ല. യഥാ മാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യഹം മമ വത്മാനുവർത്തന്തേ മനുഷ്യാഃ പാർത്ഥ സർവശഃ. ആരെന്നെ എങ്ങനെ ഭജിച്ചാലും അവരെന്നെ തന്നെയാണ് പ്രാപിക്കുന്നത്, ഞാൻ അവരെ അതുപോലെ അനുഗ്രഹിക്കുന്നു. എല്ലാവരും എൻ്റെ വഴിക്ക് തന്നെയാണ് വരുന്നത്. മമ വത്മ അനുവർത്തന്തേ മനുഷ്യാഃ പാർത്ഥ സർവശഃ. അപ്പോൾ ആ ആശയമാണ് 23-ാം ശ്ലോകം. നിഭൃതമരുത് മനോക്ഷദൃഢയോഗയുജോ ഹൃദിയത് മുനയ ഉപാസതേ തദരയോപി യയുസ്മരണാത് സ്ത്രിയ ഉരഗേന്ദ്രഭോഗഭുജദണ്ഡവിഷക്തധിയോ വയമപി തേ സമാസമദൃശോംഗ്രി സരോജസുധാഃ. നിഭൃതമരുത്മനോക്ഷദൃഢയോഗയുജോ ഹൃദിയത് മുനയ ഉപാസതേ തദരയോപി യയുസ്മരണാത് സ്ത്രിയ ഉരഗേന്ദ്രഭോഗഭുജദണ്ഡവിഷക്തധിയോ വയമപി തേ സമാസമദൃശോംഗ്രി സരോജസുധാഃ. നിഭൃത മരുത്മനസോക്ഷദൃഢയോഗയുജഃ മുനയഃ ഹൃദിയത് ഉപാസതേ തത് അരയഃ അഭിസ്മരണാത് യയുഃ. ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെന്റാണ്. അതാണ് നിഭൃത മരുത് മനോ അക്ഷദൃഢയോഗയുജഃ മുനയഃ ഹൃദി യത് ഉപാസതേ തദേവ അരയഃ അഭിസ്മരണാത് യയുഃ. അപ്പൊ മുനയഃ മുനികൾ, അന്തർമുഖരായി മനനശീലവാന്മാരായിരിക്കുന്നവർ, അവരെങ്ങനെയുള്ള എന്ത് ചെയ്യുന്നവരാണ്? നിഭൃത മരുത്ത് മനോ അക്ഷ ദൃഢയോഗയുജഃ. നിഭൃതം എന്ന് പറഞ്ഞാൽ നിതരാം ഭൃതം, നല്ലതുപോലെ ഭരിക്കപ്പെട്ടത്, നല്ലതുപോലെ നിയന്ത്രിക്കപ്പെട്ടത് എന്നും അർത്ഥം. അപ്പൊ നന്നായി നിയന്ത്രിക്കപ്പെട്ട മരുത്ത്, മരുത്ത് എന്ന് പറഞ്ഞാലോ പ്രാണവായു. അപ്പോൾ പ്രാണവായുവിനെ നിയന്ത്രിക്കുന്നവർ പ്രാണായാമം ചെയ്ത് ആ പ്രാണനെ നിയന്ത്രിച്ച് അതിലൂടെ മനസ്സിനെയും, അതാണ് മനഃ, നിഭൃത മനഃ, മനസ്സിനെയും അഭ്യാസം കൊണ്ട് നിയന്ത്രിച്ചിരിക്കുന്നവർ. അക്ഷ ശബ്ദം ഇന്ദ്രിയങ്ങൾ. അപ്പൊ നിഭൃത അക്ഷന്മാര്, നിഭൃത മരുത്തുക്കൾ, നിഭൃത മനസ്സുകൾ, നിഭൃത അക്ഷന്മാര്. മനസ്സിനെയും അവരടക്കിയിട്ടുണ്ട്, അക്ഷങ്ങളെയും അടക്കിയിട്ടുണ്ട്. അക്ഷങ്ങൾ എന്നാൽ ഇന്ദ്രിയങ്ങൾ. അപ്പൊ ഇന്ദ്രിയങ്ങളുടെ ചാഞ്ചല്യത്തെ, ചാപല്യത്തെ നിയന്ത്രിച്ചവരാണ് നിഭൃത അക്ഷന്മാര്. അപ്പൊ ആ നിഭൃത ശബ്ദം മരുത്തിനോടും മനസ്സിനോടും അക്ഷത്തോടും ചേർക്കുക. പ്രാണൻ, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ഇതൊക്കെ നിയന്ത്രിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിനെ നിയന്ത്രിക്കുന്നവർക്കുള്ളതാണ് ജീവിത വിജയം. പ്രാണജയം, മനോജയം, ഇന്ദ്രിയജയം ഇല്ലാത്തവർക്ക് ഒരിടത്തും എത്താൻ കഴിയില്ല. അവരെത്ര പ്രാഗൽഭ്യമുള്ളവരായിക്കോട്ടെ, എത്ര സ്മാർട്ടായിക്കോട്ടെ, എന്തെല്ലാം കഴിവുകളുണ്ടായിക്കോട്ടെ, അവരെല്ലാം പതിക്കും.
അവരുടെ തൽക്കാലമുള്ളതായിട്ടുള്ള വിജയങ്ങളൊന്നും അവർക്ക് ശാശ്വതമായ വിജയത്തിലേക്ക് എത്തിക്കുകയില്ല. അവരുടെ ആ കഴിവുകൾ ഉപയോഗിച്ച് അവർ തൽക്കാലം വിജയം നേടും. പക്ഷേ ഇന്ദ്രിയ ജയമില്ലാത്തതുകൊണ്ടും മനോജയമില്ലാത്തതുകൊണ്ടും അഹങ്കാരികളായി തീർന്നും മതിച്ച് സ്വയം നശിക്കും. അപ്പോൾ ഏത് വിജയവും ശാശ്വതമാകണമെങ്കിൽ, നമ്മുടെ ജീവിതം ലക്ഷ്യത്തിലെത്തണമെങ്കിൽ വേണ്ടത് ഡിസിപ്ലിനാണ്. ആ ഡിസിപ്ലിനെയാണ് കുറിച്ച് നിഭൃതം നിതരാം ഭൃതം നിശേഷേണ ഭൃതം, നന്നായി ഭരിക്കപ്പെട്ടത്, നന്നായി ധരിക്കപ്പെട്ടത്, നിയമിക്കപ്പെട്ടത്, മരുത്തും മനസ്സും അക്ഷവും, പ്രാണനെയും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് എന്ത് ചെയ്തിരിക്കുന്നു? ഉദ്ദൃഢയോഗയുജ, ദൃഢമായി യോഗത്തിൽ യോജിപ്പിച്ചിരിക്കുന്നവർ. യോഗം എന്ന് പറഞ്ഞാൽ ഈശ്വരപ്രാപ്തിക്ക് വേണ്ടിയുള്ള ഉപായം. ജീവാത്മ പരമാത്മ ഐക്യമാണ് യോഗം. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും യോഗങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള അതിൽ ദൃഢമായിട്ട് യോജിപ്പിച്ചവരാണ്. യോഗത്തിൽ ദൃഢമായി മനസ്സിനെയും അക്ഷങ്ങളെയും പ്രാണനെയും യോജിപ്പിച്ചവർ. മറ്റത് ബഹിർമുഖമായി വിഷയങ്ങളിലേക്ക് പോകുന്നവരാണ് സാധാരണ പ്രാകൃതർ. ഇവിടെ മുനയഃ, പ്രാകൃത മനുഷ്യരും മുനികളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ നിയന്ത്രണമില്ലാത്ത മനസ്സും പ്രാണനും ഇന്ദ്രിയങ്ങളുമായിരിക്കുന്നവരായിരിക്കുന്നു. മുനികളാവട്ടെ വിപരീതമാണ്. അവർ മനസ്സിനെയും പ്രാണനെയും ഇന്ദ്രിയങ്ങളെയും നന്നായി ധരിച്ച്, നന്നായി ഉറപ്പിച്ച് അതിനെ യോഗമാർഗത്തിൽ പ്രവർത്തിക്കുന്നു. അന്തർമുഖരായി ഭഗവാനെ, ഭഗവത് തത്വത്തെ സാക്ഷാത്കരിക്കാനായിക്കൊണ്ട് ഉപയോഗിക്കുന്നു. അവരാണ് മുനയഃ. അവര് ഹൃദി യത് ഉപാസത്തെ, അവർ ഹൃദയത്തിൽ യാതൊന്നിനെ ഉപാസിച്ചു കൊണ്ടിരിക്കുന്നുവോ, എപ്പോഴും ഏതൊരു ഈശ്വര തത്വത്തെക്കുറിച്ചാണോ അവർ ഹൃദയത്തിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്, ഏതിനെ പ്രാപിക്കാനാണോ അവരെല്ലാം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്, തത് അരയഃ അഭിസ്മരണാദിയയുഹു, തത് അതിനെ തന്നെ മുനികൾ പ്രാപിക്കാൻ ഇച്ഛിക്കുന്ന അതേ വസ്തുവിനെ, അതേ ഈശ്വരനെ, അരയഃ അപി, അരയഃ എന്ന് പറഞ്ഞാൽ അരികൾ പോലും, അരികൾ ശത്രുക്കൾ, ദ്വേഷബുദ്ധിയുള്ളവർ, ഭഗവാനെ വെറുക്കുന്നവർ. ശിശുപാലൻ, കംസൻ മുതലായവരൊക്കെ ഭഗവാനോട് ദ്വേഷബുദ്ധിയുള്ളവരാണ്. പൂതന ഭഗവാനെ വധിക്കാൻ വേണ്ടി വന്നവളാണ്. മറ്റസുരന്മാർ, അകാസുരനും ബകാസുരനും, ഓരോ അസുരന്മാരും ഭഗവാനെ ദ്വേഷബുദ്ധിയോടുകൂടി ഭഗവാനെ ഉപദ്രവിക്കാൻ, നശിപ്പിക്കാൻ വേണ്ടി വന്നവരാണ്. അങ്ങനെയുള്ള അരികൾ പോലും സ്മരണാത് യയുഹു, ശത്രുബുദ്ധ്യാ ഭഗവാനെ സ്മരിച്ച് നിരന്തര സ്മരണയോടുകൂടി ഭഗവാനെ തന്നെ സ്മരിച്ചതുകൊണ്ട് അവരും ഭഗവാനെ തന്നെ പ്രാപിച്ചു, മോക്ഷം പ്രാപിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ താല്പര്യം എന്താണ്? എങ്ങനെയെങ്കിലും മനസ്സിനെ ഭഗവാനിലേക്ക് തിരിക്കൂ എന്നാണ്. അവർ ദ്വേഷം കൊണ്ട് ഭഗവാനെ പ്രാപിച്ചു. പിന്നെ പറയുന്നു, ഉരകേന്ദ്ര ഭോഗ ഭുജദണ്ഡ വിഷക്ത ദിയഃ സ്ത്രിയഃ സമദൃശഃ അംഗ്രിസരോജ സുദാഃ വയമപി തേ സമാഃ. പറയുന്നു, ഉരകേന്ദ്ര ഭോഗ ഭുജദണ്ഡ വിഷക്ത ദിയഃ സ്ത്രിയഃ, സ്ത്രീകൾ. ആ സ്ത്രീകൾ എങ്ങനെയുള്ളവര്? ഉരകേന്ദ്ര ഭോഗ ഭുജദണ്ഡ വിഷക്ത ദിയഃ സ്ത്രിയഃ, അവരുടെ ബുദ്ധികൾ, ദിയഃ വിഷക്തം, വിഷക്തം വിശേഷേണ സക്തം. എന്തിലാണ് സക്തം? ഭുജദണ്ഡത്തിൽ. എങ്ങനെയുള്ള ഭുജദണ്ഡത്തിൽ? ഉരകേന്ദ്ര ഭോഗ ഭുജദണ്ഡത്തിൽ. ഉരകേന്ദ്രൻ എന്ന് പറഞ്ഞാൽ സർപ്പേന്ദ്രൻ, ആദിശേഷൻ മുതലായ വലിയ വലിയ സർപ്പങ്ങൾ. അവരുടെ ഭോഗം എന്ന് പറഞ്ഞാൽ ശരീരം, നീണ്ട് ഉരുണ്ട് നല്ല വഴുവഴുന്നുള്ളത് അല്ലേ, അതാണ് സർപ്പത്തിന്റെ ശരീരം, ഉരകേന്ദ്ര ഭോഗം. അപ്പം ആദിശേഷന്റെ ശരീരം പോലെയുള്ള ഭുജദണ്ഡ വിഷക്ത ദിയഃ. ഭുജദണ്ഡം ഭഗവാന്റെ കൈത്തണ്ട. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കൈത്തണ്ട വളരെ നീളമുള്ളതാണ്.
പാമ്പിനെ പോലെ നീണ്ടുരുണ്ടതാണ്, വളരെ മാംസളമാണ്. അപ്പോൾ അതിൽ വിഷക്തദിയ വിശേഷേണ സക്തദിയ, ഭഗവാന്റെ കൈകൊണ്ടുള്ള ആലിംഗനത്തെ കൊതിക്കുന്നവർ, ഭഗവാന്റെ കൈത്തണ്ടയിൽ തലവെച്ച് കിടക്കാൻ ആഗ്രഹിക്കുന്നവർ ആരാണ്? ഗോപികമാരും മറ്റുമൊക്കെ. ഭഗവാന്റെ കാമുകികളായ ഗോപികമാരാണ് ഇവിടുത്തെ ഭഗവാന്റെ കൈത്തണ്ടയെ കൊതിക്കുന്ന സ്ത്രീകൾ. അതാണ് ഉരകേന്ദ്രഭോഗ ഭുജതണ്ട വിഷക്തദിയ. അപ്പോൾ ഇതിലെ വിഷയങ്ങളൊക്കെ വളരെ സിമ്പിളാണ്, കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. പക്ഷേ പദങ്ങൾ വളരെ വളച്ചുകെട്ടി സമസ്ത പദങ്ങളായി ഗംഭീരങ്ങളായി പ്രയോഗിച്ചതുകൊണ്ട് അതിങ്ങനെ കടപട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അന്വയിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കത് വായിക്കുമ്പോൾ അർത്ഥം പെട്ടെന്ന് ധ്വനിക്കില്ല. കുറച്ചൊന്ന് മനസ്സിരുത്തി പദങ്ങളെയൊക്കെ പിരിച്ച് അതിന് ക്ലാസിഫൈ ചെയ്ത് ഇത് ഏത് വിഭക്തി, ഇത് ഏതിനോട് ചേരും, ഇത് ക്രിയാപദം ഏതാണ്, ഇത് ഏതേത് പരസ്പര വിശേഷണ വിശേഷ്യങ്ങൾ, ഇങ്ങനെയൊക്കെ ചേർത്ത് അന്വയിച്ച് വെച്ച് നോക്കുമ്പോഴാണ് ഇത് ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. പക്ഷെ കുറച്ച് ടൈം അതിന് എടുക്കും അതിനെ ഒന്ന് അന്വയിക്കാനായിക്കൊണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഉരകേന്ദ്രഭോഗ ഭുജതണ്ട വിഷക്തദിയ സ്ത്രീയ. ഒരു വലിയ സർപ്പേന്ദ്രന്റെ ഭോഗം അഥവാ ശരീരം പോലെ നീണ്ടുരുണ്ട ഭഗവാന്റെ കൈകളിൽ ആസക്തിയോടുകൂടിയവരായ ഗോപികമാർ എന്നർത്ഥം. ആ ഗോപികമാര് ഭഗവാനെ എങ്ങനെയാണ് പ്രാപിച്ചത്? കാമം കൊണ്ട് തന്നെയാണ്. അപ്പൊ അവരുടെ നേർക്കും സമദൃശ അംഗ്രിസരോജസുതാഹ വയം അപി. ഇനി സമദൃശ, സമദൃഷ്ടികളായിരിക്കുന്ന ആളുകളുണ്ട്. എല്ലാറ്റിലും വാസുദേവ സർവമിതി, എല്ലാം ഭഗവാനാണെന്ന് കാണുന്ന സമദൃഷ്ടികളായിട്ടുള്ള ആളുകളും അംഗ്രിസരോജസുതാഹ വയം, ഭഗവാന്റെ അംഗ്രിസരോജമാകുന്ന അതിലെ സുധയെ പാനം ചെയ്യുന്നവരായ, ഭഗവാന്റെ പാദകമലത്തെ സേവിക്കുന്നവരായ ഭക്തന്മാരായ വയമപി ഞങ്ങളും തേ സമാഹ. ഇവിടെ ഞങ്ങളെന്ന് പറയുന്നത് ആരാണ്? ശ്രുതികളാണ്, വേദമാതാക്കളാണ്. അപ്പോൾ വേദങ്ങൾ പറയാണ് അങ്ങയുടെ പാദസരോജ സുധയെ സേവിക്കുന്നവരും സമദൃഷ്ടികളുമായിരിക്കുന്ന ഞങ്ങളും ഗോപികമാരും അങ്ങയുടെ ശത്രുക്കളായ ശിശുപാലാദികളും അങ്ങയ്ക്ക് തേ സമാഹ വയമപി തേ സമാഹ സമദൃശോംഗ്രി സരോജസുദാഹ. അപ്പൊ ഭഗവാന് എല്ലാവരും ഒരുപോലെ പ്രിയപ്പെട്ടവരാണ്. ഭഗവാൻ എല്ലാവർക്കും മോക്ഷം കൊടുക്കാൻ തയ്യാറാണ്. എന്തേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ഭഗവാനെ ഭജിക്കുക. അപ്പോ ഗോപ്യ കാമാത് ഭയാത് കംസഃ ദ്വേഷാത് ചൈദ്യാദയ വയം ഭക്തിയ എന്ന് നാരദൻ പറയുന്ന ആശയമാണ് ഇവിടെ ഇത്രയും ആ ശ്രുതികൾ ഇങ്ങനെ വളച്ചു കെട്ടി പറഞ്ഞത്. ഭഗവാനെ ആര് എങ്ങനെ ഭജിച്ചാലും ഭഗവാൻ അവരെ അനുഗ്രഹിക്കുന്നു. നിങ്ങൾ ഭജിക്കൂ. ഭജിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനെ നിരന്തരം ചിന്തിക്കുക എന്നും കൂടി അർത്ഥം. അപ്പൊ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ എന്നെ ചിന്തിച്ചോളൂ. ശത്രുവായോ കാമുകനായോ എല്ലാറ്റിലും വസിക്കുന്നവനായോ ഏതെങ്കിലും പ്രത്യേക മൂർത്തിയായോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ എന്നെ ഭജിക്കൂ. ഇതാണ് ഈ ശ്ലോകത്തിന്റെ ആശയം. അപ്പൊ നമുക്കും ഭഗവാനെ നിരന്തരം സ്മരിക്കാൻ സാധിക്കണം എന്ന് പ്രാർത്ഥിക്കാം. നിഭൃതമരുത്മനോക്ഷദൃഢയോഗയുജോ ഹൃദിയ മുനയ ഉപാസതേ തദരയോപിയയുസ്മരണാത് സ്ത്രിയൗരകേന്ദ്ര ഭോഗഭുജദണ്ഡ വിഷക്തധിയോ വയമപി തേ സമാ സമദൃശോംഗ്രി സരോജസുദാഹ. ഇനിയും ഭക്തിയോഗത്തിന്റെ മാഹാത്മ്യമാണ് 24-ാം ശ്ലോകത്തിൽ ഉറപ്പിച്ചു പറയുന്നത്. മറ്റ് യോഗങ്ങളെക്കാളെല്ലാം ഭക്തിയോഗം ശ്രേഷ്ഠം. കൈഹനുവേദപദാവര ജന്മലയോഗ്രസരം യഥ ഉദകാദൃശിർയമനുദേവഗണാ ഉഭയേ തർഹി ന സന്ന ചാസതുഭയം ന ച കാലജവഃ കിമപി ന തത്ര ശാസ്ത്രമവകൃഷ്യ ശയീത യദാ.
കൈഹന്നു വേദപദാവര ജന്മലയൊഗ്രസരം യത ഉദഗാദൃശിർയമനുദേവഗണാ ഉഭയേ തർഹി ന സന്ന ചാസദുഭയം ന ച കാലജവ കിമപി ന തത്ര ശാസ്ത്രമവകൃഷ്യ ശയീത യദാ. അപ്പോ കൈഹ നുവേദ ബദ അവര ജന്മലയോഗ്രസരം. ഇഹ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ, ഈ മനുഷ്യരുടെ ഇടയിൽ, ഇഹ കനുവേദ ആരറിയുന്നു, ആരെ? അഗ്രസരം ത്വാം. ആരാ ഈ ക എന്ന് പറഞ്ഞത്? അവര ജന്മലയ കഹ. അഗ്രസരം ത്വാം ഇഹ കവേദ. അപ്പോ അഗ്രസരം എന്ന് ഭഗവാനെ വിശേഷിപ്പിച്ചതാണ്. അഗ്രസരം മുമ്പിൽ ഉണ്ടായിരുന്നവൻ, മുമ്പേ നടക്കുന്നവൻ, എല്ലാറ്റിലും മുമ്പ് വ്യാപിച്ചിരിക്കുന്നവൻ. അഗ്രേസരൻ തന്നെയാണ് അഗ്രസരൻ, മുമ്പേ ഉണ്ടായിരുന്നവൻ, പൂർവീകൻ, എല്ലാറ്റിനും ആദിയായിരുന്നവൻ, കാലത്തിനും മുമ്പേ ഉണ്ടായിരുന്നവൻ എന്നൊക്കെ അർത്ഥമാണ് അഗ്രസരൻ. അങ്ങനെയുള്ള ത്വാം അങ്ങയെ അവരജന്മലയ കഹ. അവര ജന്മലയം. അവരം എന്ന് പറഞ്ഞാൽ പിന്നീട്, ശേഷം, പിന്നാലെ എന്തുണ്ടായി? ജന്മവും ലയവും. ജന്മം എന്ന് പറഞ്ഞാൽ ജനിക്കുന്നു, ലയം മരണം. അപ്പോൾ മുമ്പേ ഉള്ളവനായ ഭഗവാനെ പിന്നീട് എപ്പോഴോ കാലത്തിൽ ഒരു കാലത്ത് ഉണ്ടായി, എന്നിട്ട് നശിച്ചും പോകുന്നു, നിലനിൽക്കുന്നുമില്ല. ശരി, ഉണ്ടാവാൻ വൈകി എന്നിരിക്കട്ടെ, നശിക്കുന്നില്ല, അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ തുടർന്ന് നിൽക്കുമ്പോഴേ മുമ്പേ ഉണ്ടായിരുന്ന ഈ അഗ്രസരൻ നശിക്കുന്നുണ്ടോ എന്ന് കാണാൻ പറ്റുള്ളൂ. ഈ അഗ്രസരന്റെ നാശം കാണണമെങ്കിൽ നമ്മൾ എന്ത് വേണം? എറ്റേണലായിട്ട് നിലനിൽക്കണം. അപ്പോൾ അഗ്രസരൻ എൻ്റെ ജ്യേഷ്ഠനായി എൻ്റെ മുമ്പേ ഉണ്ടായി, ശരി തന്നെ. പക്ഷെ എൻ്റെ മുമ്പേ ക്രമത്തിൽ മരിച്ചുപോയി, നശിച്ചുപോയി. ഞാൻ അതിനു ശേഷം ഉണ്ട് എന്നെങ്കിലും പറയാൻ കഴിയും. ഇതങ്ങനെയല്ല. ഈ അഗ്രസരൻ തന്നെയാണ് നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നു, നമ്മൾ ജനിച്ച ശേഷവും പിന്നെയും ശേഷിക്കുന്നു. അങ്ങനെയുള്ള കഹനു വേദബദ. ആരറിയുന്നു? ആശ്ചര്യം. യതഃ ഋഷിഹി ഉദഗാത്. ഇവിടെ യതഃ യാതൊരുവനിൽ നിന്ന്, ഋഷിഹി, ഇവിടെ ഋഷി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഋഷി ബ്രഹ്മദേവൻ. ഉദഗാത് ഉദ്ഗമിച്ചു, ഉത്ഭവിച്ചു. ഏതൊരുവനിൽ നിന്നാണോ ആദ്യ ഋഷിയായ ബ്രഹ്മദേവൻ പൊങ്ങി വന്നത്, ഉത്ഭവിച്ചു വന്നത്, ബ്രഹ്മദേവനും കാരണഭൂതനാണ് ഈ അഗ്രസരനായ ഭഗവാൻ. അപ്പോൾ യതഃ ഋഷിഹി ഉദഗാത്, യാതൊരുവനിൽ നിന്ന് ഋഷി ഉദ്ഗമിച്ചുവോ, യം അനു ഉഭയേ ദേവഗണാഹ. ഉഭയേ ദേവഗണാഹ. ഇവിടെ ഉഭയേ ദേവഗണാഹ യം അനു എന്ന് പറയുമ്പോൾ, യം ഏതൊരു ബ്രഹ്മദേവനെ അനു പുറകെയാണോ മറ്റ് ദേവഗണങ്ങളെല്ലാവരും ഉണ്ടായി വന്നത് എന്നർത്ഥം. രണ്ടു വിധങ്ങളായ ദേവസമൂഹങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ ആധ്യാത്മികവും ആദിദൈവികങ്ങളുമായിട്ടുള്ള ദേവസമൂഹങ്ങൾ. നമ്മുടെ ശരീരത്തിലെ ഓരോരോ കരണങ്ങളിലും അതിദേവതകളായിരിക്കുമ്പോൾ ആധ്യാത്മിക ദേവതകൾ, ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ശക്തികളായിരിക്കുമ്പോൾ ആദിദൈവികങ്ങൾ. അപ്പോൾ ഇന്ദ്രൻ, സൂര്യൻ, ചന്ദ്രൻ, വായു, അഗ്നി, വരുണൻ മുതലായവരൊക്കെ പ്രപഞ്ചത്തിലും ശക്തികളാണ്, പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ദേവതകളാണ്. അതേസമയം നമ്മുടെ വെഷ്ടികളിലും ഓരോരോ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നത് ഈ ദേവഗണങ്ങൾ തന്നെയാണ്. അപ്പം ഇങ്ങനെ രണ്ടു തരത്തിൽ വെഷ്ടിയെയും സമഷ്ടിയെയും നയിക്കുന്ന, നിയന്ത്രിക്കുന്ന ദിക്പാലകന്മാർ ദേവഗണങ്ങൾ ആരുടെ പുറകെ ഉണ്ടായത്? ബ്രഹ്മദേവന്റെ പുറകെ. ബ്രഹ്മദേവൻ ആരിൽ നിന്നുണ്ടായി? ഈ ഭഗവാനിൽ നിന്നുണ്ടായി. അപ്പൊ ഭഗവാനാണ് അഗ്രസരൻ.
അഗ്രസരനിൽ നിന്ന് പിന്നെ ബ്രഹ്മദേവൻ, ബ്രഹ്മദേവന്റെ അനുജന്മാരായി പിന്നാലെ ദേവന്മാരെല്ലാം ഉണ്ടായി. അവരൊക്കെ ജന്മലയത്തോടുകൂടിയവരാണ്. എന്നുവെച്ചാൽ അവർ പിന്നാലെ ജനിച്ചവരും മുമ്പേ നശിക്കുന്നവരുമാണ്. ലയം അവർക്ക് ആദ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അഗ്രസരനായ ഭഗവാൻ എത്ര കാലം ഇവിടെ നിൽക്കുന്നുണ്ട് എന്ന് നോക്കാൻ സാധ്യമല്ല. അപ്പോഴേക്കും വണ്ടി കയറിപ്പോയി. അതുകൊണ്ട് പിന്നാലെ എത്ര കാലം ഈ ബ്രഹ്മം അഥവാ ഭഗവാൻ നിലനിൽക്കുന്നു എന്നറിയാൻ സാധ്യമല്ല. അതാണ് കനുവേദ. ആരറിയുന്നു? കോനുവേദ. ആർക്കും അറിയാൻ കഴിയില്ല. അപ്പൊ ബ്രഹ്മദേവനും അറിയാൻ കഴിയില്ല, ദേവഗണങ്ങൾക്കും അറിയാൻ കഴിയില്ല. ഈ ദേവഗണങ്ങൾ തന്നെയാണ് നമ്മുടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഒക്കെ പ്രകാശിപ്പിക്കുന്നത്, പ്രവർത്തിപ്പിക്കുന്നത്. അപ്പൊ മനസ്സിന്റെ ദേവതയ്ക്കോ ബുദ്ധിയുടെ ദേവതയ്ക്കോ ഇന്ദ്രിയങ്ങളുടെ ദേവതയ്ക്കോ ഈ ഭഗവാനെ അറിയാൻ കഴിയുമോ? ഇല്ല. അപ്പൊ നമ്മുടെ കയ്യില് ഈ ഭഗവാനെ അറിയാനുള്ള ഒരു സാമഗ്രികളും ഇല്ല, ഒരു ഉപകരണങ്ങളും ഇല്ല. ഇതാണ് പറഞ്ഞു വന്നതിൻ്റെ തത്വം. നമ്മുടെ ശരീരത്തെ നയിക്കുന്നത്, അതിൻ്റെ ഓരോ കരണങ്ങളെയും പ്രകാശിപ്പിക്കുന്നത് ഓരോ ദേവന്മാരാണ്. ആ ദേവന്മാർ ബ്രഹ്മദേവനും പുറകെ ഉണ്ടായവരാണ്. അപ്പോൾ ബ്രഹ്മദേവന് പോലും അറിയാൻ കഴിയാത്ത ഭഗവാനെ ഈ ദേവഗണങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് ആ ദേവഗണങ്ങളുടെ അനുഗ്രഹത്താൽ മാത്രം ഇന്ദ്രിയങ്ങളും മനസ്സും പ്രവർത്തിക്കുന്ന ജീവന്മാരായ നമ്മൾക്ക് സാധിക്കുമോ? അപ്പം അതുകൊണ്ട് ഈ ഭഗവാനെക്കുറിച്ച് അന്വേഷിക്കുന്നത് ജ്ഞാനമാർഗം എന്നുള്ളത് നമുക്കൊരിക്കലും എന്താ പറയുക, ഭഗവാനെ അറിഞ്ഞു എന്ന് പറഞ്ഞ് ഹാവു തൃപ്തിയായി എന്ന് പറഞ്ഞ് വിശ്രമിക്കാൻ സാധ്യമല്ല. ഇന്ന് വരെ ആരും അങ്ങനെ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ല. ഭഗവാനെ പൂർണ്ണമായി ഞാൻ അറിഞ്ഞു, ഇനി ഒന്നും അറിയാനില്ല, ഹാവു എന്ന് പറയാൻ സാധ്യമല്ല. അപ്പം ജ്ഞാനമാർഗം കുറച്ച് വളരെ ടഫാണ്. മാത്രമല്ല ലക്ഷ്യത്തിലെത്തുകയും ഇല്ല. അപ്പം മാർഗത്തിലും ടഫാണ്, ലക്ഷ്യത്തിലും ടഫാണ്. ഭക്തിമാർഗമോ മാർഗത്തിലും മധുരം, ലക്ഷ്യത്തിലും മധുരം. അല്ലേ? അതാണ് മേൽപ്പത്തൂര് പാടിയത്. ആരംഭത്തിൽ തന്നെ മധുരതരമായിരിക്കുന്ന ഭക്തിമാർഗം അതെപ്പോഴും മധുരം തരം തന്നെയാണ്. അവസാനം പറയും അത് മധുരം തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ആശയം ഇവിടെ വളരെ സൂക്ഷ്മമായി അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ബ്രഹ്മദേവൻ ആരിൽ നിന്ന് ഉണ്ടായോ, അതുപോലെ മറ്റുള്ള ദേവഗണങ്ങൾ ഉഭയേ ദേവഗണാഹ യഥാ ഉഭയേ ദേവഗണാഹ യം അനു ഏതൊരുവന്റെ പുറകെ ഉണ്ടായോ, പിന്നീട് യഥാ ഭവാൻ അവകൃഷ്യ ശയീത എപ്പോഴാണോ അങ്ങ് എല്ലാറ്റിനെയും അവകൃഷ്യ ശയീത, അവകൃഷ്യ എന്ന് പറയുമ്പോഴോ എല്ലാറ്റിനെയും തന്നിലേക്ക് ആകർഷിച്ച് പ്രളയകാലത്ത് എല്ലാറ്റിനെയും തന്നിലേക്ക് വലിച്ചെടുത്ത് താൻ പുറത്തേക്ക് പ്രകാശിപ്പിച്ച ജഗത്തിനെ മുഴുവൻ പ്രളയകാലത്ത് തന്നിലേക്ക് വലിച്ചെടുത്ത് അവകർഷണം ചെയ്ത് ശയിക്കുന്നു, തൻ്റെ ഉദരത്തിലാക്കി ശയിക്കുന്നു. എല്ലാറ്റിനെയും അതിൻ്റെ അവ്യക്താവസ്ഥയിലേക്ക് കൊണ്ടുപോയി ബീജാവസ്ഥയിൽ സുരക്ഷിതമാക്കി സംരക്ഷിച്ചുകൊണ്ട് പ്രളയകാലത്ത് അങ്ങ് ശയിക്കുന്നു. തത്ര ന സത് ന അസത് ന ച ഉഭയം. ആ അവസ്ഥയിൽ സത്വമില്ല അസത്വമില്ല. ഞാൻ സത്ത് എന്ന് പറയുമ്പോൾ സ്ഥൂലം, അസത്ത് സൂക്ഷ്മം. സത്ത് എന്ന് പറയുമ്പോൾ സ്ഥൂലമായ നമ്മുടെ ശരീരവും ഇന്ദ്രിയങ്ങളും, അസത്ത് എന്ന് പറയുമ്പോൾ സൂക്ഷ്മങ്ങളായ നമ്മുടെ മനസ്സ്, ബുദ്ധി, നമ്മുടെ അറിയാനുള്ള എല്ലാ കഴിവുകളും എല്ലാം സൂക്ഷ്മമാണ്. ആ ദേവതകളൊക്കെ സൂക്ഷ്മമാണ്. അപ്പോൾ ഈ ബുദ്ധിയെയും മനസ്സിനെയും ഒക്കെ പ്രവർത്തിപ്പിക്കുന്നതായിട്ടുള്ള ശക്തികളോ ഒന്നും തന്നെ ആ പ്രളയകാലത്ത് ഇല്ല.
അപ്പോൾ അവർക്ക് എങ്ങനെ അറിയാൻ പറ്റും ഇന്നതാണ് പ്രളയകാലത്ത് ഇങ്ങേര് ചെയ്യുന്നത്, ഞാൻ കണ്ടതാണ് എന്ന് ആർക്ക് സാക്ഷ്യപ്പെടുത്താൻ സാധിക്കും? അതുകൊണ്ട് അങ്ങ് പ്രളയകാലത്ത് എല്ലാറ്റിനെയും അവകൃഷ്യ ശയീത തത്ര ന സത്ത് ന അസത്ത് ന ഉഭയം. അപ്പോൾ ഉഭയവുമില്ല, സത്തസത്തുകളുമില്ല. അതുപോലെ കാലജവഹന, കാലത്തിൻ്റെ വേഗവും അവിടെ ഇല്ല, കാലം പ്രവർത്തിക്കുന്നില്ല. കാരണം കാലമുണ്ടാകണമെങ്കിൽ എന്ത് വേണം? ദൂരം വേണം, രണ്ട് വേണം. രണ്ടിലേ കാലമുള്ളൂ. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അകലമാണ് കാലം, രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ദൂരമാണ് കാലം. രണ്ടില്ലാതിരിക്കുമ്പോൾ, ഞാൻ തന്നെ എല്ലാമായി എല്ലായിടത്തും നിറഞ്ഞിരിക്കുമ്പോൾ കാലത്തിൻ്റെ പ്രസക്തി ഇല്ല, കാലജവം ഇല്ല. എല്ലാം ഭഗവാനായി, ഏകമായി, അദ്വിതീയമായി ഭഗവാൻ മാത്രമായി ശയിക്കുന്ന അവസ്ഥയാണ് പ്രളയം. അപ്പോൾ ഭഗവാന്റെ എന്താ പറയുക, ഒരറ്റത്ത് നിന്ന് ഒരറ്റത്തേക്ക് എത്താൻ എത്ര കാലം? ഭഗവാനെ സംബന്ധിച്ച് ഭഗവാൻ എല്ലായിടത്തും ഒരേ സമയം എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് കാലം ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ തലയിൽ നിന്ന് നിങ്ങളുടെ കാലിലേക്ക് എത്താൻ എത്ര കാലം വേണം? നമ്മുടെ രണ്ട് കൈകളെ നമ്മളിങ്ങനെ പരത്തി പിടിച്ചാൽ ഒരു വിരലിൻ്റെ അറ്റത്ത് നിന്ന് വലത്തെ കൈയിൻ്റെ വിരലിൻ്റെ അറ്റത്ത് നിന്ന് ഇടത്തെ കൈയിൻ്റെ അറ്റത്തേക്ക് നിങ്ങൾക്ക് എത്താൻ എത്ര നേരമെടുക്കും? വേറൊരു ഉറുമ്പിനാണെങ്കിൽ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റം വരെ എത്താനായിട്ട് കുറേ സമയമെടുക്കും. മറ്റൊരു വസ്തുവിന്, രണ്ടാമതൊരു വസ്തുവിന് കുറെ കൂടി ഉറുമ്പിനേക്കാൾ വലിയ കാലുകളുള്ള ജന്തുവാണെങ്കിൽ കുറച്ചുകൂടി വേഗത്തിലെത്തും. വലിയ കൈകളുള്ള നമ്മളെ പോലെ തന്നെ ഒരാളാണെങ്കിൽ അയാൾക്ക് ഒരു ഭാഗത്ത് ഒരു കൈ പിടിച്ച് മറ്റേ ഭാഗത്ത് മറ്റേ കൈയും പിടിച്ചാൽ അയാൾക്ക് അല്പസമയം പോലും വേണ്ട. ഇനി നമുക്ക് നമ്മുടെ കൈയിൻ്റെ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് എത്താൻ എത്ര സമയം വേണം? ഓൾറെഡി എത്തിയിരിക്കുകയാണ്, എല്ലായിടത്തും നിറഞ്ഞിരിക്കുകയാണ്. എൻ്റെ ശരീരത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. ഇതുപോലെ ഭഗവാൻ മാത്രമായിരിക്കുന്ന പ്രളയകാലത്ത് ഭഗവാനിൽ നിന്ന് ഭഗവാനിലേക്കുള്ള ദൂരമാണ് കാലം എന്ന് വെച്ചാൽ കാലമില്ല. അപ്പോൾ കാലം സെക്കൻഡിലാണ് ആരംഭിക്കുന്നത്, ഫസ്റ്റിലല്ല. അപ്പോൾ ഫസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ കാലജവഹന ശാസ്ത്രം, അവിടെ ശാസ്ത്രവും ഇല്ല എന്ന് വെച്ചാൽ ഞങ്ങളൊന്നും ഇല്ല എന്നാണ് ഉപനിഷത്തുക്കൾ ശ്രുതി തന്നെ സ്വയം പറയണം. വി വേർ നോട്ട് ദർ വെൻ യു വേർ ഇൻ യോഗനിദ്ര. അങ്ങ് യോഗനിദ്രയിലായിരുന്നപ്പോൾ ഞങ്ങളാരും ഇല്ല. കാരണം ഈ ശാസ്ത്രങ്ങളൊക്കെ ആർക്കുള്ളതാണ്? ഭഗവാന്റെ സൃഷ്ടിയിലുള്ള മനുഷ്യർക്കുള്ളതാണ്. ഈ മനുഷ്യരെ ഇല്ലാത്തപ്പോൾ പിന്നെന്തിനാ ശാസ്ത്രം? അപ്പോൾ ശാസ്ത്രം ആരംഭിക്കുന്നത് മനുഷ്യ സൃഷ്ടിയോട് കൂടിയിട്ടാണ്, മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. ശാസനാത് ത്രായത്, മനുഷ്യരെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ശാസ്ത്രങ്ങൾ. ഭഗവാൻ മാത്രമായിരിക്കുന്ന അവസ്ഥയിൽ ശാസ്ത്രങ്ങളും ഇല്ല. ന ശാസ്ത്രം. അപ്പോൾ ആദിയിൽ ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവസാനവും ഭഗവാൻ മാത്രമേ ഉള്ളൂ. സ്ഥൂലവും സൂക്ഷ്മവും കാരണമായിരിക്കുന്ന ഒന്നും തന്നെ കാലവും ശാസ്ത്രവും പോലും ഇല്ല എന്ന് എല്ലാറ്റിനെയും നിഷേധിച്ച് ഭഗവാൻ മാത്രമാണ് സത്യം. ആ ഭഗവാനെ നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ടോ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഒന്നും അറിയാൻ കഴിയില്ല. അതുകൊണ്ട് ജ്ഞാനയോഗം ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഭഗവാനെ ഭക്തി കൊണ്ട് ഭജിക്കുക എന്നാണ് സൂക്ഷ്മമായിട്ടുള്ള താല്പര്യം. അപ്പോൾ ഭഗവാനിൽ പ്രേമഭക്തി തന്ന് അനുഗ്രഹിക്കുക എന്ന് പ്രാർത്ഥിക്കാം.
ആ പ്രേമഭക്തിയാണ് വേണ്ടത്. ഭഗവാനെ പരിപൂർണമായിട്ട് അറിയാൻ സാധ്യമല്ല. അപ്പോൾ അടുത്ത ശ്ലോകം ഇതേ ആശയം തന്നെയാണ്. പക്ഷേ ഓരോ ദാർശനികന്മാരെയും അവരുടെ പോരായ്മകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ അദ്വൈത ജ്ഞാനം അത് ഭക്തി കൊണ്ടാണ് ഉണ്ടാവുക. ആ ഭക്തി കൊണ്ട് നമ്മുടെ ഹൃദയം ശുദ്ധമാകണം, അഹങ്കാരം തീരെ ഇല്ലാതാവണം, ഹൃദയം ശുദ്ധമാകണം. അപ്പോൾ മാത്രമേ ഈ പരമസത്യം സാക്ഷാത്കരിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വാദപ്രതിവാദങ്ങൾ കൊണ്ടോ മറ്റ് ഏതെങ്കിലും തരത്തിൽ ബുദ്ധി കൊണ്ടൊന്നും അതിനെ പ്രാപിക്കാൻ കഴിയില്ല. തർക്കങ്ങളൊക്കെ ഉപേക്ഷിക്കുക. നായമാത്മാ പ്രവചനേന ലഭ്യ ന മേധയാ ന ബഹുതാ ശ്രുതേന. ഈ ആശയത്തെ പറയണ അടുത്ത ശ്ലോകം വായിച്ചു നിർത്താം. ജനിമസതഃ സതോ മൃതിമുതാത്മനി യേ ച ബിതാം വിപണമൃതം സ്മരന്ത്യുപദിശന്തി ത ആരുപിതൈഃ ത്രിഗുണമയഃ പുമാനിതി ബിദായതബോധകൃതാ ത്വയി ന തതഃ പരത്ര സ ഭവേദവബോധരസേ. ജനിമസതഃ സതോ മൃതിമുതാത്മനി യേ ച ബിതാം വിപണമൃതം സ്മരന്ത്യുപദിശന്തി ത ആരുപിതൈഃ ത്രിഗുണമയഃ പുമാനിതി ബിദായതബോധകൃതാ ത്വയി ന തതഃ പരത്ര സ ഭവേദവബോധരസേ. അപ്പോൾ സാഖ്യം, യോഗം, ന്യായം, വൈശേഷികം, പൂർവമീമാംസ ഈ ദർശനങ്ങളെല്ലാം അപൂർണമാണ്, വികലമാണ്. അദ്വൈത ദർശനം, വേദാന്ത ദർശനം അതുതന്നെയാണ് പൂർണ്ണമായിട്ടുള്ളത്, സത്യമായിട്ടുള്ളത്. ആ ദർശനം ഉണ്ടാകാൻ അന്ധക്കരണ ശുദ്ധി വേണം, അഹങ്കാരമില്ലാതെയാവണം. അത് ഉണ്ടാവാൻ ഭക്തിയാണ് ഉത്തമ മാർഗം. നമുക്ക് വൈകുന്നേരം നോക്കാം. ഹരി ഓം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. വൈകുന്നേരം നോക്കാം. എല്ലാവർക്കും ശുഭദിനം.